കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ 20 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. ബംഗാൾ സ്വദേശിയായ നോമിനുൽ മാലുത, എറണാകുളം സ്വദേശിയായ ഷാജി എന്നിവരാണ് പിടിയിലായത്. ഒഡീഷയിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയ കഞ്ചാവാണ് പിടികൂടിയത്. സിനോജ് തോമസ് ചേരുന്നു സ്ഥലത്ത് നിന്ന്. സിനോജ് തോമസ്, ഗുഡ് മോർണിംഗ്. പുതിയ ബസ് സ്റ്റാൻഡിൽ 20 കിലോ കഞ്ചാവുമായി വന്നത് ഇതിന്റെ സ്ഥിരം കാരിയേഴ്സ് ആണോ? സുജയ പാർവതി, ഡാൻസ് ഓഫ് ടീമും കസ്ബ പോലീസും ചേർന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നത്. നോക്കൂ, 2 ചാക്ക് നിറയെ കഞ്ചാവ്, ഒപ്പം തന്നെ 2 ഷോൾഡർ ബാഗിലും കഞ്ചാവുണ്ട്. അതായത് ഒഡീഷയിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകുന്ന കഞ്ചാവാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഒഡീഷയിൽ നിന്ന് ബംഗളൂരിലെത്തി അവിടെ നിന്ന് ബസ് വഴി കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെത്തിയ സമയത്താണ് ഇവരെ പിടികൂടുന്നത്. അതായത് ഗൾഫിൽ നിന്നൊക്കെ വരുന്ന രീതിയിൽ 2 സൂട്ട് കേസിനകത്താണ് ഈ കഞ്ചാവ് നിറച്ചിരുന്നത്. സാറേ, ഇത് കൂടുതൽ വിവരങ്ങൾ പിന്നെ ഓക്കെ. അതായത് പോലീസ് നടപടിക്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 പ്രതികൾ ഈ പോലീസ് ജീപ്പിനകത്തുണ്ട്. ബംഗാൾ സ്വദേശിയായ നോമിനൽ മാലിത, എറണാകുളം സ്വദേശി ഷാജി. ഈ 2 പേരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. അതായത് നമുക്കറിയാം, പെരുമ്പാവൂർ അതിഥി തൊഴിലാളികളൊക്കെ തന്നെ ധാരാളമുള്ള സ്ഥലമാണ്. അവിടേക്കാണ് ഈ കഞ്ചാവ് കൊണ്ടുപോകുന്നതാണ് വിവരം ലഭിച്ചത്. സൂട്ട് കേസിൽ 2 വലിയ സൂട്ട് കേസും ഒപ്പം 2 ഷോൾഡർ ബാഗ്, ഇങ്ങനെ 4 സ്ഥലത്തായിട്ടാണ് ഈ കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത്. പോലീസ് തൂക്കി തിട്ടപ്പെടുത്തിയപ്പോൾ ഏകദേശം 20 കിലോയോളം കഞ്ചാവ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒഡീഷയിൽ പോയി അവിടെ നിന്ന് ബംഗളൂരിലേക്ക് ട്രെയിൻ മാർഗം വരുന്നു. അവിടെ നിന്ന് ബസ് കയറി കോഴിക്കോട് ഇന്ന് രാവിലെ ഒരു 6:30 മണിയോടുകൂടി ഈ പ്രതികൾ ഇറങ്ങുന്നു. ആ സമയത്ത് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് ഓഫ് സംഘം ഇവരെ പിടികൂടുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ കഞ്ചാവ് തൂക്കി തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 2 സൂട്ട് കേസ് ബാഗ് കാണാം. അതായത് ബ്ലാക്ക് കളറിലും വൈറ്റ് കളറിലുമുള്ള 2 വലിയ ബാഗ്. പുറമെ നിന്ന് നോക്കിയാൽ ഏതോ ദീർഘദൂര യാത്ര കഴിഞ്ഞ് വരുന്ന രീതിയിലാണ് പ്രതികൾ വന്ന് ഈ ബംഗളൂരു ബസ്സിൽ വന്നിറങ്ങിയത്. തോളത്ത് 2 ഷോൾഡർ ബാഗുകളും ഉണ്ടായിരുന്നു. പോലീസിന് രഹസ്യ വിവരം കിട്ടിയത് കൊണ്ട് തന്നെ അത് പരിശോധിച്ച സമയത്താണ് ഇതിനകത്ത് കഞ്ചാവുള്ള വിവരം ലഭിച്ചത്. അങ്ങനെ ബസ് സ്റ്റാൻഡ് വെച്ച് തന്നെ പോലീസ് ഇത് തൂക്കി പരിശോധിക്കുകയായിരുന്നു. ഏതായാലും വലിയൊരു കഞ്ചാവ് വേട്ട തന്നെയാണ് കോഴിക്കോട് സിറ്റി പോലീസ് നടത്തിയിരിക്കുന്നത്. പ്രതികൾ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും. നിലവിൽ കഞ്ചാവ് തൂക്കി തിട്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. സുജയ. ഓക്കെ, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.